അമ്പലപ്പുഴയിലും കുട്ടനാട്ടിലുമൊക്കെ ശക്തമായ കാറ്റാണ്. വീട് തകർന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 2-ാം വാർഡ് ദേവത്തിങ്കൽ വീട്ടിൽ പ്രദീപിന്റെ വീടാണ് തകർന്നത്. കുടുംബാംഗങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നതാണ് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഈ കാറ്റൊക്കെ ഇപ്പോഴും തുടരുകയാണോ? ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിവരങ്ങൾ. മഴക്കെടുതികൾ ആലപ്പുഴയിലും കുട്ടനാട്ടിലും ഒക്കെ തുടരുകയാണ്. ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ അമ്പലപ്പുഴയിൽ ഒരു വീട് തകർന്നു. ഒപ്പം തന്നെ കുട്ടനാട് അപ്പർ കുട്ടനാട്ടിലെ തലവടി പഞ്ചായത്തിലും വീട് തകർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 2-ാം വാർഡിലെ പ്രദീപിന്റെ വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നുപോയി. കുടുംബാംഗങ്ങളെല്ലാം, പ്രദീപും ഭാര്യയും 2 മക്കളും ഉറക്കത്തിലായിരുന്ന സമയത്താണ് വീടിന്റെ മേൽക്കൂര പറന്നുപോയത്. ഇവരുടെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ഭാഗം തകർന്നു. അത്ഭുതകരമായി തന്നെയാണ് ഇവർ 4 പേരും രക്ഷപ്പെട്ടത്. ഒപ്പം തന്നെ തലവടി പഞ്ചായത്ത് 3-ാം വാർഡ് പൂന്തുരുത്തി പട്ടമന മണിയുടെ വീടിന്റെ മേൽക്കൂരയും കാറ്റിൽ പറന്നു പോയിട്ടുണ്ട്. കാറ്റിൽ പറന്നുപോയ മേൽക്കൂര 200 മീറ്റർ അകലെയാണ് പതിച്ചത്. അപകടം നടക്കുമ്പോൾ മണിയും ഭാര്യയും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. അവർ ഇറങ്ങി ഓടിയെങ്കിലും ഓടും മറ്റും നെഞ്ചത്ത് വീണ് കൈക്കും നെഞ്ചിലുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ശക്തമായ കാറ്റും മഴയും ഒക്കെ ആലപ്പുഴയിൽ ആകെ തുടരുകയാണ്. പലയിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വീട് തകർന്നിട്ടുണ്ട്. മരം വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മേൽക്കൂരകൾ തകർന്നു പോകുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആലപ്പുഴയിൽ സംഭവിക്കുന്നുണ്ട്. ആലപ്പുഴയിലും ഒപ്പം തന്നെ ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിലും ഒക്കെ മഴക്കെടുതികൾ തുടരുകയാണ്. പലയിടത്തും വെള്ളം കയറി വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. തീരപ്രദേശത്തും ഒപ്പം തന്നെ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ഒക്കെ മഴക്കെടുതികൾ തുടരുകയാണ്. നല്ല മഴ തന്നെയാണ് ആലപ്പുഴയിൽ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് ഈ കുട്ടനാട്ടിലെ അപ്പർ കുട്ടനാട്ടിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭീതി ഉളവാക്കുന്നതുമാണ്. ഒരു ചെറിയ മഴ വന്നാൽ പോലും മുഴുവനും വെള്ളത്തിനടിയിലാവുന്ന ഒരു കാഴ്ച സർവ്വസാധാരണമായ അവിടങ്ങളിൽ ഇനിയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള പ്രാദേശിക ഭരണകൂടത്തെ എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്? കുട്ടനാട്ടിൽ മഴക്കെടുതികൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട്ടിലെ ഈ കിഴക്കൻ മലയോര മേഖലകളിൽ നിന്നുള്ള അതിശക്തമായ വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകി എത്തുന്നത് തടയാൻ, അല്ലെങ്കിൽ ഒഴുകി എത്തിയാൽ പോലും അത് കുട്ടനാട്ടിൽ കെട്ടി നിന്ന് കൃഷിയിടങ്ങളിലും മറ്റും വെള്ളം കയറാതിരിക്കാനുള്ള നടപടികളുടെ ഭാഗമായി അമ്പലപ്പുഴയിലെ തോട്ടപ്പള്ളി പൊഴി കഴിഞ്ഞ ദിവസം തന്നെ മുറിച്ചിരുന്നു. ഒപ്പം തന്നെ അന്ധകാരന ഈ പൊഴി ഇന്നലെ രാത്രി മുറിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായി തന്നെ ഈ വെള്ളം കടലിലേക്ക് ഒഴുക്കി വിടുന്നതിനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം ആലപ്പുഴ നഗരത്തിലെ കാര്യം പറയുകയാണെങ്കിൽ നഗരത്തിൽ എല്ലായിടത്തും തന്നെ വെള്ളക്കെട്ടാണ്. ഓട നിർമ്മാണം പാടെ പരാജയപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിലാണ് മഴക്കെടുതികളുടെ ഏറ്റവും കൂടുതൽ വലിയ ഫലം ഈ നഗരവാസികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. നഗരത്തിലെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയ സാഹചര്യമാണ്. ഓടകളിലൂടെ ഒന്നും വെള്ളം ഒഴുകി പോകാൻ കഴിയാത്ത സ്ഥിതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളമാണ്. പണ്ടൊക്കെ ആലപ്പുഴയിൽ മഴ പെയ്താൽ അതിന്റെ ദൂഷ്യഫലമൊന്നും നഗരത്തിലേക്കൊന്നും ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഈ ഓട നിർമ്മാണത്തിൽ അശാസ്ത്രീയത കാരണമാണ് ഇപ്പോൾ നഗരത്തിലാകെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കുട്ടനാട്ടിലേക്ക് വരികയാണെങ്കിൽ കിഴക്കൻ മലയോര മേഖലകളിൽ മഴ ശക്തമായാൽ കുട്ടനാട്ടിലെ നദികളിലെ ജലനിരപ്പ് ഉയരും. കൃഷിയിടങ്ങളിലേക്കും പാടശേഖരങ്ങളിലേക്കും ഒക്കെ വെള്ളം കയറും. പാടശേഖരങ്ങളിൽ നിലവിൽ 2-ാം കൃഷിക്കായി ഒരുക്കുന്നതിന്റെ ഭാഗമായി വെള്ളം കയറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിനൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒഴുകിയെത്തുന്ന വെള്ളവും കൂടി ശക്തമായ മഴയും കൂടി ഉള്ളതുകൊണ്ട് ഈ പാടശേഖരങ്ങളോട് ചേർന്ന പുറംബണ്ടുകളിലൊക്കെയുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറി അവിടെ നിന്നും ആളുകളെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ആലപ്പുഴ ക്യാമ്പുകളാണുള്ളത്. ഇനി കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്.